കൊടുക്കുന്ന മാതിരിയുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ മാതൃഭൂമിയിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ നേരെ നടന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ കാരണവന്മാർക്ക് ഓരോരുത്തർ പറയൂ. അപ്പോൾ മാതൃഭൂമിയിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്ക് പലരുടെയും കാരണവന്മാരെ കാണുന്നവരെ ഓർമ്മിച്ചെങ്കിൽ അതിനകത്ത് അതിശയമൊന്നുമില്ല. ഞാൻ ഇത്രയും വികാരഭരിതമായിട്ട് പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ സേനയുടെ ആർമിയും നേവിയും ഒരേപോലെ നിന്ന്, ആർമിയും നേവിയും എയർഫോഴ്സും ഇന്ത്യൻ സേന ഒരേപോലെ നിന്ന് നേടിയെടുത്ത ഒരു വിജയമെന്ന് ലോകത്തെ എല്ലാവരെ കൊണ്ടും പറയിച്ച ഒരു സംഭവത്തിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്ന് അമേരിക്ക പറഞ്ഞു എന്ന് 10-ാം പേജിൽ പ്രത്യേകിച്ച് ഒരു ഷെയ്ഡ് ഇടണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം ദേശവിരുദ്ധ ചേതോവികാരം തന്നെയാണ്. മാതൃഭൂമി എന്നുള്ള പേരിന് പോലും അപമാനമായിട്ടുള്ളൊരു വാർത്തയാണ് അവർ ഈ കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ UN-ൻ്റെ ഒരു അഡ്വൈസറി കൗൺസിലാണ്, US-ൻ്റെ ഒരു അഡ്വൈസറി കൗൺസിലായിട്ടുള്ള ഒരു അഡ്വൈസറി കൗൺസിലാണ് ഈ ഒരു റിപ്പോർട്ട് US-ൽ സമർപ്പിച്ച്. അതിൻ്റെ ഒഫീഷ്യൽ വെർഷൻ നമുക്ക് ആൾ ഇന്ത്യ റേഡിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് അവിടെ പറയുന്നത്, ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിനിടയ്ക്ക് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇന്ത്യൻ വിമാനങ്ങൾ റഫാലുകൾ വെടിവെച്ചിട്ടു എന്ന് വ്യാജ AI നിർമ്മിത ഇമേജസ് കൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സിലെ US-ൽ കൊടുത്ത റിപ്പോർട്ട്. അതായത് ഇവർ തോറ്റു എന്ന് മാത്രമല്ല, തോറ്റത് ചൈന